നമസ്കാരം. സരോജി, നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിലൊരു വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അതെ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ വലിയൊരു ഒരു ബാൻഡായി അവർ മാറിയിട്ടുണ്ട്. നാമജപ സങ്കീർത്തനം അല്ലെങ്കിൽ നാമജപം എന്ന ഒരു മേഖലയിൽ ഭജനാലാപനത്തിൽ അവരുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇപ്പം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വലിയ ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്ദഗോവിന്ദം ഭജൻസിന് പിന്നാലെ ആളുകൾ ഇങ്ങനെ പരക്കം പായുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേരളത്തിൽ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന വാർത്ത നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. അതായത് ചില കേന്ദ്രങ്ങൾ ഇവർ ഇങ്ങനെ പരിപാടി നടത്തുന്നത് ഒരു വർഗീയ ചുവയുള്ള പരിപാടിയാണ്, ഇത് സംഘപരിവാർ അജണ്ടയാണ്, കേരളത്തെ മുഴുവൻ കാവ്യവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ ഒരു വീക്ഷണകോണിൻ്റെ ഒരു അടിസ്ഥാനം? കുമാറെ, ഒന്നാമതായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് സംഘപരിവാർ അജണ്ടയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ മുറ്റത്ത് അത്തപ്പൂ ഇടുന്നത് മുതൽ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ ഭജനാലാപനം വരെ ഈ സംഘപരിവാർ അജണ്ടയായി മുദ്ര കുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ. അത് ഒരു വശത്ത് ദുഃഖകരമെന്ന് പറയുമ്പോൾ മറുവശത്ത് നമുക്ക് ഒരു ചിരിയാണ് വരുന്നത്. കാര്യം ഈ കാര്യം എന്തെന്നറിയാത്തവർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോകുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത്. ഈ സംഘപരിവാർ അജണ്ടയാണോ ഭജനാലാപനം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ ഗണഗീതം ആണ് സംഘത്തിൻ്റെ ഇതെന്ന് പറയുമ്പോഴും ഭജനയും ഇപ്പോൾ ഗണഗീതത്തോടൊപ്പം ചേർത്ത് വായിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ. പിന്നെ ഈ കേരളത്തിൽ ഈ ഒരു വലിയ തരംഗമുണ്ടാക്കാൻ ഈ നന്ദഗോവിന്ദം ഭജൻസിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹൈന്ദവർക്കിടയിൽ മാത്രമല്ല, ഇത് മറ്റ് മതവിഭാഗങ്ങൾക്കിടയിലും ഇപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു വൈബ് അത് വേറിട്ടൊരു തലമാണ്. കുമാർ, എന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉൾപ്പെടെയുള്ള, ഞാനും കുമാറും ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ ബാല്യകാലത്ത് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഠിത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് സന്ധ്യാനാമജപമാണ്, അല്ലേ? അതെ. കൈയും കാലും മുഖവും കഴുകി വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കുക എന്നുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക ഭവനങ്ങളിലും സ്ഥിരം ശീലമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി ഈ സീരിയൽ ഭ്രമമൊക്കെ വന്നതോടുകൂടി പതുക്കെ ഈ നാമജപം പല വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. ഇന്നും ചുരുക്കം ചില വീടുകളിൽ ചിട്ടതെറ്റ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അപ്പാടെ കാണുന്ന ഒരു കാഴ്ച അതങ്ങ് മാറി. ആ ഒരു മാറ്റത്തിൻ്റെ സമയത്താണ് ഇത്തരം ചില ട്രഡീഷണൽ ഭജൻസുമായിട്ട് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയമായ ഒരു കാര്യം. ഇത് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് വയസ്സായവരോ അല്ലെങ്കിൽ അധികം പ്രായമായവരോ ഒന്നുമല്ല, ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്നതും ചെറുപ്പക്കാർക്കിടയിലേക്കാണ്. യുവതി യുവാക്കൾക്കിടയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ടാക്കിയ ഒരു ട്രെൻഡ്, ഒരുപക്ഷെ വേടനും മറ്റേ കുട്ടികളുടെ പേരെന്താ, ഗൗരി മനോഹരിയോ, ഗൗരി ലക്ഷ്മി, അതിനൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ട്രെൻഡ്, അതിനും അപ്പുറം ആണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ട്രെൻഡ്. അപ്പോൾ അത് സമൂഹത്തിൽ ചിലരെ അലോസരപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം കുമാർ, ഇവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് വേറൊരു കാര്യം. ജനങ്ങളുടെ സ്നേഹവും വാത്സല്യവും മാത്രമാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കൈമുതൽ. അല്ലാതെ അവർക്ക് സർക്കാർ ചെലവിൽ പ്രോഗ്രാമോ, സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമോ, സർക്കാരിൻ്റെ വക അവാർഡോ മറ്റ് ട്രീറ്റുകളോ ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അവർ അവരുടെ വരുമാന മാർഗമാണ് സ്ഥിരം ജോലി എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് 1ാം സ്ഥാനം ഇതിൻ്റെ ഒരു പ്രചരണത്തിന് വേണ്ടി കേരളം ഒട്ടുക്ക്. ഇപ്പോൾ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് കോഴിക്കോട് പ്രശാന്ത് വർമ്മയാണ് മാനസ ജവലഹരി എന്നുള്ള പേരിൽ ഇത്തരത്തിൽ ആദ്യം ഒരു ഭജനാ സങ്കീർത്തനം. ഈ ഒരു സമയത്ത് നമുക്ക് അദ്ദേഹത്തെ കൂടി ഓർക്കേണ്ടി വരും. അല്ല, അദ്ദേഹത്തെ മാത്രമല്ല, നമുക്കൊരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാം. കാരണം നന്ദഗോവിന്ദൻ ഭജൻസിനെ നമ്മളൊരു ഉദാഹരണമായി മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ധാരാളം ഭജന സംഘങ്ങൾ ആളുകളുടെ ഹൃദയം കവരുന്നുണ്ട്. ധാരാളം ഭജന സംഘങ്ങൾ. ഞാനതാ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഈ കോഴിക്കോട്
പ്രശാന്ത് വർമ്മ തുടങ്ങി വെച്ച ഒരു മാനസ ജവലഹരി. അതിനുശേഷമാണ് യുവാക്കൾ ആയിട്ടുള്ള ചെറുപ്പക്കാർ ചേർന്ന് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ള രൂപത്തിൽ വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ട്രൂപ്പുകൾ, അത് ആൺകുട്ടികൾ നയിക്കുന്ന ട്രൂപ്പുകളുമുണ്ട്, പെൺകുട്ടികൾ നയിക്കുന്ന ട്രൂപ്പുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്? ഈ പറഞ്ഞതുപോലെ മൺമറഞ്ഞു പോയ നമ്മുടെ സംസ്കാരത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച കേരളമെമ്പാടും കാണുമ്പോൾ അത് മറ്റ് വിഭാഗങ്ങളിലുള്ള ചിലർക്ക് അത് അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളത് പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ അതിനെ സംഘപരിവാർ അജണ്ടയാണ്, ഇതിൽ വർഗീയത കാണുന്നവരെ നമുക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് കുമാർ ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഇതിൽ ഈ ജനക്കൂട്ടത്തെയാണ് ഇവർ സത്യത്തിൽ ഭയപ്പെടുന്നത്. അതായത് ദീപാവലി ആഘോഷത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം മറുഭാഗത്തുണ്ട്. അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം പൊക്കിപ്പിടിച്ച് ദീപാവലി ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ജനക്കൂട്ടം തന്നെയാണ്. കാരണം ദീപാവലി ആഘോഷത്തിലൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു കൂട്ടായ്മ, അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും, ഈ പറയുന്ന സെമറ്റിക് മതങ്ങളുടെയൊക്കെ നേതൃത്വം, അവരുടെ ആളുകൾ ഇതിലേക്ക് പോകാതിരിക്കാൻ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് അത് കഴിയുന്നില്ല. എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നു. ഓണാഘോഷം, ഈ ഓണാഘോഷത്തിനെതിരെ കേരളത്തിലെ ചില ജിഹാദി സംഘടനകളൊക്കെ തലപൊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരം, ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല, നിങ്ങൾ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ആനകളെ ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല, ഇവരുടെയൊക്കെ ഒരു ഭയപ്പാട് അത് ഈ അന്തരീക്ഷ മലിനീകരണമോ ആനകൾക്ക് നേരെയുള്ള പീഡനമോ ഒന്നുമല്ല, മറിച്ച് അവിടെ കൂടുന്ന ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. ഇവരുടെ അജണ്ടകൾ ഒരുപക്ഷെ ഈ ജനക്കൂട്ടം പരാജയപ്പെടുത്തിയേക്കാം. കാരണം കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം ഭാരതമെമ്പാടും മറ്റൊരു ഹിന്ദുത്വ ശക്തികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴും കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഈ അവസരത്തിൽ ഇവിടെ കൂടുന്ന ആളുകളെ ഇത് വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും കുമാർ, കാര്യം ഹിന്ദു എപ്പോഴൊക്കെ സംഘടിക്കുന്നു അപ്പോഴൊക്കെ ഇത് ചില മറ്റു വിഭാഗങ്ങളുള്ള എല്ലാവരും എന്ന് പറയുന്നില്ല, അതിൽ ചില തീവ്ര സ്വഭാവമുള്ളവരെ ഇത് അലോസരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും, നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ ദീപാവലിക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു. ഈ ദീപാവലി പോലെ തന്നെ മറു വിഭാഗങ്ങൾ ആഘോഷിക്കുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട് അല്ലേ? അതും പല രീതിയിലുള്ള ഈ അറവ് മാലിന്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ആരും പറയുന്നില്ല. മാത്രമല്ല, ഈ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ വെടിക്കെട്ട് നടക്കുന്നുണ്ട്, ലോകം മുഴുവൻ വെടിക്കെട്ട് നടക്കുന്നുണ്ട്, പള്ളികളിലെ ഉത്സവങ്ങളിൽ നടക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ നടക്കുന്നുണ്ട്. ദീപാവലി ആഘോഷത്തിൽ മാത്രമാണ് ഈ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നത് എന്നൊരു നരേറ്റീവ് കൊണ്ടുവരാൻ. ഈ സത്യം പറഞ്ഞാൽ നമ്മളും വർഗീയത പറയുകയാണെന്ന് ഇത് കേൾക്കുന്നവർ പറയും. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, നമ്മൾ താമസിക്കുന്നത് ഭാരതത്തിലാണ്, ഇത് ഹിന്ദുസ്ഥാനാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾക്ക് ഇവിടെ എല്ലാ കാലത്തും എപ്പോഴും ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു സ്ഥാനമുണ്ട് അല്ലേ? അത് ഹിന്ദുക്കൾ മാത്രം ആചരിക്കുക എന്നുള്ളതല്ല ഹിന്ദുക്കൾ നിർബന്ധിക്കുന്നത്, മറ്റുള്ളവരെ കൂടി ആ ആഘോഷത്തിൽ പങ്കുചേർക്കുക എന്നുള്ളതാണ് ഹിന്ദുക്കൾ കൈക്കൊള്ളുന്നത്. ഇപ്പോൾ നേരത്തെ കുമാർ സൂചിപ്പിച്ചതുപോലെ ദീപാവലി ആകട്ടെ, മറ്റേതൊരു വലിയ ആഘോഷവുമാകട്ടെ, ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് നിന്നാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനിടയിൽ ചെറിയ ചില ആളുകൾ ഇതിൽ നിന്ന് മാറി ഇത് ആഘോഷിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കേരളത്തിൽ ഈ ഓണ സമയത്ത് കണ്ടുവരുന്ന ചില ആഹ്വാനങ്ങൾ. ആ സമയത്ത് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ചില മതപണ്ഡിതന്മാർ ചില ആഹ്വാനങ്ങൾ നടത്തുകയാണ്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ്, അത് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല, ഓണം നമുക്ക് ഹറാമാണ് എന്ന തരത്തിലൊക്കെ ഉള്ള ചില വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഈ ഓണത്തിനൊക്കെ വലിയ വിവാദമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് ചില സ്ഥലങ്ങളിൽ വളരെ എന്താ പറയുക, വലിയ രീതിയിൽ ഇത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് ഒരു സ്ഥലത്തെത്തി അവിടെ ഒരുപറ്റം ആളുകൾക്ക് മുമ്പിൽ കുറച്ച് ട്രഡീഷണൽ ഭജൻസ് പാടിക്കഴിഞ്ഞാൽ എന്ത് വിദ്വേഷമാണ് അവിടെ ഉണ്ടാകുന്നത്? അത് മതതീവ്രവാദമായി മാറുന്നത് എങ്ങനെയാണ്? അത് സംഘപരിവാർ അജണ്ടയായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഈ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്. അതാണ് ക്ഷേത്രത്തിൽ ധർമ്മ പതാക, ഇപ്പോൾ അയോധ്യയിൽ ഉയർത്തിയത് കാവ്യ പതാകയാണ്. അത് കേരളത്തിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും അമ്പലത്തിൽ ഉയർത്തിയാൽ അത് സംഘപരിവാറിന്റെ പതാകയായി മാറുന്നു. മാത്രമല്ല, ഇപ്പോൾ
സംസ്കൃതം സംഘപരിവാറിന്റെ RSSന്റെ പ്രാർത്ഥന സംസ്കൃതത്തിലാണ്. അതുകൊണ്ട് സംസ്കൃതം RSSന്റെ ആണെന്ന് പറഞ്ഞു വരുന്നു. മാത്രമല്ല ഗണഗീതം, ദേശഭക്തി ഗാനങ്ങളെല്ലാം ഇവർക്ക് ഗണഗീതമായി മാറുന്നു. ഇപ്പോൾ ഭജനയും വേദമന്ത്രവും അടക്കം എല്ലാ കാര്യങ്ങളും സംഘപരിവാർ അജണ്ടയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നിസാരം കുമാറെ, ഇപ്പോൾ നമ്മുടെ ഭാരതം ശത്രുരാജ്യത്തിനെതിരെ നേടിയ വലിയൊരു വിജയം ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ തീമിൽ ഒരു പൂക്കളം ഒരുക്കിയാൽ അതുപോലും അത് എന്താ പറയുക, സംഘപരിവാർ അജണ്ടയാണ്, അതിൽ വർഗീയത ഉണ്ടെന്ന് പറയുന്ന നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതെ, നന്ദഗോവിന്ദം ഭജൻസ് മാത്രമല്ല, ധാരാളം ഈ നാട്ടിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഒട്ടനവധി പോപ്പുലാരിറ്റിയുള്ള ഭജന സംഘങ്ങളുണ്ട്. ഈ ഭജന സംഘങ്ങൾക്കെല്ലാം ഒരു പ്രോത്സാഹനം നൽകേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്, നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ആവശ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓരോരോ കുടുംബങ്ങളിൽ നാമജപം നടത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ട് ആ നാമജപം സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഇല്ല, കേരളത്തിന്റെ പുരാതന കാലത്തേക്ക് പോയാലും നമ്മൾ ഇവിടെ കാണാം, ഇവിടെ ഒരുപാട് ഭജന സംഘങ്ങൾ നിലനിന്നിരുന്നതാണ്. തെക്ക് മുതൽ വടക്ക് വരെയും ഓരോ നാട്ടിനും അവരുടേതായ വലിയ വലിയ ഭജന സംഘങ്ങളുണ്ടായിരുന്നു. ഈ മണ്ഡലകാലം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ അവർ ഈ ഭജനകൾ നടത്തുകയും ശാസ്താംപാട്ട് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇതിൽ ഈ കല്ലട സംഘം എന്ന് പറയുന്ന ഒരു വലിയ ഭജന സംഘമുണ്ട്. ഈ കല്ലട സംഘമാണ് ആദ്യമായിട്ട് കോനകത്ത് ജാനകി അമ്മ എഴുതിയ ഹരിവരാസനം, ഹരിഹരാഷ്ടകം ശബരിമലയിൽ ഭജന രൂപത്തിൽ ആലപിക്കുന്നത്. ഇപ്പോഴാണ് അതവിടെ ഉറക്കുപാട്ടാകുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ചരിത്രമാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലട സംഘത്തിൻ്റെ ഭജന, അവരവിടെ ഭജന സന്നിധാനത്ത് ഒരു മകരവിളക്ക് സമയത്ത് ഭജന നടത്തുന്ന വേളയിൽ അവിടെ ആലപിച്ച ഹരിഹരാഷ്ടകമാണ് പിന്നീട് ശബരിമലയുടെ തന്നെ ഉറക്കുപാട്ടായി മാറിയ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഹരിവരാസനം. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ഒട്ടനവധി ട്രഡീഷണൽ ഭജൻസുകൾ ഈ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്നത് അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതിൻ്റെയൊക്കെ എന്താ പറയുക, സമൂഹത്തിലേക്ക് അതിനെയൊക്കെ തിരിച്ചെഴുന്നള്ളിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു കാലത്ത് സജീവമായിരുന്ന ഇത്തരം ശീലുകൾ അത് എവിടെ വെച്ചോ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. ആ നാടൻ ശീലുകൾ, ആ ഭക്തി സ്ഫുരിക്കുന്ന ശീലുകളൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒപ്പം പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതിയിൽ ഇന്നത്തെ ഭക്തിഗാനങ്ങളെ അതിനോട് ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആലാപനം, അതാണ് അവരെ ഏറ്റവും വലിയ ഹിറ്റാക്കി മാറ്റുന്നത്. പക്ഷേ അത് കാണുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറജപം നടക്കുന്ന ആ വേദിയിലാണ് ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് തിരുവനന്തപുരത്ത് വന്നു പോയത്. അവിടെ പോലും നമ്മൾ കണ്ടത് ആ ഒരു 2 മണിക്കൂർ, അവരുടെ ഭജന അരങ്ങേറിയ 2 മണിക്കൂർ കൈമെയ് മറന്ന് അവിടെ വന്നവരെല്ലാവരും ചേർന്ന് അവരോടൊപ്പം ആ ആലാപനത്തിൽ പങ്കുകൊണ്ട് അവരങ്ങ് ലയിക്കുകയാണ്. അതിൽ കാര്യം ഒരു ഈശ്വരീയ കാര്യം പോലെ തന്നെയാണ് ആ ഈശ്വരീയമായ അവരുടെ ആലാപനത്തിൽ ഈ ആബാലവൃത്തം ജനവും അങ്ങ് ലയിക്കുകയാണ്. അത് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ല, സകലരും. അതൊക്കെയാണ് ഈ ബാക്കിയുള്ളവരെ അലോസരപ്പെടുത്തുന്നത്. കാര്യം യുവതലമുറ ഇവിടെ വഴിതെറ്റി പോകുന്നില്ല. അവർ കൃത്യമായി ഇത് കേൾക്കാൻ വരുന്നു, ഇത് ആസ്വദിക്കുന്നു, അത് ഏറ്റുപാടുമ്പോൾ ഇത് കാണുന്ന ആർക്കൊക്കെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ അന്തഛിദ്രമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആർക്കൊക്കെയോ ഇത് കാണുമ്പോൾ വലിയ രീതിയിലുള്ള അലോസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാം കുമാർ. എന്തായാലും ഈ ഒരു മുറിയിൽ നിന്നും കഞ്ചാവും അതുപോലെ തന്നെ 10 ലക്ഷം രൂപയും കണ്ടെടുക്കുന്നതോടുകൂടിയാണ് വേടൻ കേരളത്തിൽ അതിപ്രശസ്തനായി മാറുന്നത്. പിന്നീട് ഈ സർക്കാരിൻ്റെ അംബാസഡർ പോലെയാണ് വേടൻ പ്രവർത്തിച്ചു കൊണ്ട് വരുന്നത്. മാത്രമല്ല ഈ ഒരു അവാർഡ് ഒക്കെ കൊടുത്തു. ഏറ്റവും ഒടുവിലായി വേടൻ്റെ പരിപാടിയുടെ ആ ഗ്രൗണ്ടിൽ ഒരു ആളില്ലാത്ത ഒരു വിജനമായ ഒരു ഗ്രൗണ്ടിന് മുന്നിൽ വേടന് പരിപാടി അവതരിപ്പിക്കേണ്ട സാഹചര്യവും വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭജന സംഘങ്ങളെ ആളുകളെ കൂട്ടുന്നത്. ഈ ഭജന സംഘങ്ങൾ നേരെ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ, ജിഹാദികളായാലും കമ്മ്യൂണിസ്റ്റുകളായാലും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചൈതന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശ്രദ്ധ ഈ പറയുന്ന ഭജന സംഘങ്ങളിൽ പെടുന്നത് അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിന് ആയേക്കാം. ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് വർഗീയവാദികളെന്നൊരു പക്ഷേ ഈ കലാകാരന്മാരെ വിളിച്ചേക്കാം. ഇവരുടെയൊക്കെ മുന്നിൽ പ്രതിരോധം അവർക്ക് വേണ്ടി തീർക്കേണ്ട കടമ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. നമസ്കാരം.